കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിലെ സെക്ഷൻ 9A പറയുന്നത് പബ്ലിക്കേഷൻ ഓഫ് നെയിം ബൈ എ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. ഇത് പ്രകാരം ക്ലോസ് എയിൽ പറയുന്നു, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പേര്, രജിസ്റ്റേർഡ് നമ്പർ, രജിസ്റ്റേർഡ് ഓഫീസിൻ്റെ അഡ്രസ്സ് എന്നിവ വെർണാക്കുലർ ലാംഗ്വേജിലോ ഇംഗ്ലീഷ് ലാംഗ്വേജിലോ ഓഫീസിൻ്റെ എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സ്ഥലത്താണ് പ്രദർശിപ്പിക്കേണ്ടത്. ക്ലോസ് ബി പറയുന്നത് കോമൺ എംബ്ലത്തോടൊപ്പം സംഘങ്ങളുടെ പേരും വായിക്കാൻ പറ്റുന്ന രീതിയിൽ സീലിൽ കാണണം. ക്ലോസ് സിയിൽ പറയുന്നത് നെയിമും അതോടൊപ്പം തന്നെ അഡ്രസ്സും, രജിസ്റ്റേർഡ് ഓഫീസിൻ്റെ നെയിമും അഡ്രസ്സും എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ എല്ലാ ബിസിനസ് ലെറ്റേഴ്സിലും, എല്ലാ ബിൽ ഹെഡ്സിലും, എല്ലാ ലെറ്റർ പാഡിലും, നോട്ടീസുകളിലും, എല്ലാ ഒഫീഷ്യൽ പബ്ലിക്കേഷൻസിലും മെൻഷൻ ചെയ്തിരിക്കണം. അതോടൊപ്പം തന്നെ ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ഹുണ്ടീസ്, പ്രോമിസറി നോട്ട്, എൻഡോഴ്സ്മെൻറ്റ്, ചെക്ക് ഇവയിലെല്ലാം കാണിച്ചിരിക്കണം. ബിൽ ഓഫ് പാഴ്സൽ, ഇൻവോയ്സ്, റിസീപ്റ്റ്സ് ആൻഡ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഇവയിലെല്ലാം ഈ സൊസൈറ്റിയുടെ പേരും അഡ്രസ്സും കാണിച്ചിരിക്കണം. സെക്ഷൻ 16B പറയുന്നത് എലിജിബിലിറ്റി കണ്ടീഷൻ ടു കണ്ടിന്യൂ ടു ബി ആൻ ആക്റ്റീവ് മെമ്പർ ഓഫ് ആനന്ദ് പാക്ടൺ മിൽക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റി. അതിൽ സബ്സെക്ഷൻ 1 16B ക്ലോസ് 1 പറയുന്നത് ഒരു മെമ്പർക്ക് എന്ത് ചെയ്യുന്നു, ഒരു മെമ്പർക്ക് സൊസൈറ്റിയിൽ ആക്റ്റീവ് മെമ്പർഷിപ്പ് എടുക്കാനുള്ള കണ്ടീഷൻസ് ആണ് പറയുന്നത്. അതിൽ ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് അവർ 180 ഒരു വർഷത്തിൽ, അതായത് 12 മാസത്തിൽ 180 ദിവസം 500 ലിറ്റർ മിൽക്ക് എന്ത് ചെയ്യണം, സൊസൈറ്റിക്ക് കൊടുക്കണം. 500 ലിറ്റർ മിൽക്ക് സൊസൈറ്റിയിലേക്ക് കൊടുക്കണം. അടുത്ത രണ്ടാമത്തെ കണ്ടീഷൻ പറയുന്നത് ആ സൊസൈറ്റിയിൽ ആ മെമ്പർഷിപ്പ് എടുക്കാൻ പോകുന്ന ആ മെമ്പർക്ക് ഒരു മിൽക്ക് കവോ അല്ലെങ്കിൽ ഒരു മിൽക്ക് ബഫലോയോ എന്ത് ചെയ്യണം, വേണം. അതോടൊപ്പം തന്നെ അതിനൊരു കാറ്റൽ ഷെഡ് വേണം. അത് ആ കാറ്റൽ ഷെഡ് ഒരു ഫാമോ അല്ലെങ്കിൽ ഒരു ഫാം സെറ്റപ്പോ കാണണം. ആ ഫാം സെറ്റപ്പുള്ള ഏരിയ എന്ന് പറയുന്നത് ഈ സൊസൈറ്റിയുടെ ഏരിയ ഓഫ് ഓപ്പറേഷനിലുള്ളിലായിരിക്കണം. അതോടൊപ്പം തന്നെ അടുത്ത ക്ലോസ് 2 പറയുന്നത് ഈ സെക്ഷൻ 1 പറയുന്ന എല്ലാ കണ്ടീഷൻസും ഫുൾഫിൽ ചെയ്യുന്ന ഒരു മെമ്പർക്ക് മാത്രമേ ആക്റ്റീവ് മെമ്പർഷിപ്പ് ആപ്കോസിൽ കൊടുക്കുകയുള്ളൂ. ആ മെമ്പർക്ക് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, അവിടെ മാനേജിങ് കമ്മിറ്റിയിൽ എന്ത് ചെയ്യാൻ മെമ്പറാകാൻ പറ്റുകയുള്ളൂ.